അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 25 വയസ്സുള്ള ഒരു മകൻ തൻ്റെ പിതാവിനെ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹവും 25 വർഷക്കാലം കൊണ്ട് സൗദി അറേബ്യയിൽ ഒരു ലേബർ ക്യാമ്പിൽ വർക്ക് ചെയ്യുകയാണ്. തൻ്റെ ഉപ്പയുടെ ലേബർ ക്യാമ്പിൽ പോയി ഉപ്പ കിടക്കുന്ന ആ ബെഡും അടുക്കുകളായിട്ടുള്ള കട്ടിലുകളും ആ കട്ടിലുകൾക്കിടയിൽ ഉപ്പയുടെ ബാഗും പെട്ടിയും അതിനു മേളിൽ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ അനുജത്തിയും ഉപ്പയും കൂടിയുള്ളൊരു ഫോട്ടോ എൻ്റെ ഉപ്പ അവിടെ സ്ഥാപിച്ചു വച്ചിരിക്കുകയാണ്. ആ അനുഭവം തൻ്റെ മകൻ തന്നെ സങ്കടങ്ങൾ വരുന്ന രൂപത്തിൽ വിവരിക്കുകയാണ്. എൻ്റെ പിതാവിനെ 25 വർഷക്കാലത്തിൽ 2 വർഷം കൂടുമ്പോൾ ഒരു 2 മാസം എൻ്റെ ഉപ്പ വരും. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് ചുളുക്കുമാറാത്ത വസ്ത്രവും പേൻറ്റും ധരിച്ച് ഗൾഫുകാരടിക്കുന്ന സ്പ്രേയും അടിച്ച് ഉപ്പയുടെ കൂടെ ഞാൻ ഓടിച്ചാടി നടക്കും. 2 മാസം കഴിയുമ്പോൾ എയർപോർട്ടിൽ ഉപ്പ അകത്തേക്ക് കയറിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ഉപ്പ തിരിഞ്ഞു നോക്കും. 25 വയസ്സായി ബിരുദധാരിയായ ഞാൻ സൗദിയിൽ ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടെ ഞാൻ 1-2 ദിവസം നോക്കുമ്പോൾ എൻ്റെ ഉമ്മയെ വിട്ടുപിരിഞ്ഞിട്ട് എൻ്റെ അനുജത്തിയെ വിട്ടുപിരിഞ്ഞിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉപ്പയുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഉപ്പ വെള്ളിയാഴ്ച മാത്രമേ ലീവുള്ളൂ. 2-3 ദിവസം കഴിഞ്ഞ് ഉപ്പയുടെ ലേബർ ക്യാമ്പിലേക്ക് ഈ മകൻ പോവുകയാണ്. നോക്കുമ്പോൾ പടച്ച റബ്ബേ, ഒരു വിശാലമായ ഒരു വലിയൊരു ലേബർ ക്യാമ്പാണ്. അവിടെ കട്ടിലുകൾ ഇങ്ങനെ അടുക്കി ഇട്ടിരിക്കുന്നു. വസ്ത്രങ്ങളിങ്ങനെ വാരി തൂക്കിയിട്ടിട്ടുണ്ട്. ഓരോ ക്യാമ്പിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ബെഡിന് സമീപം അവരുടെ പെട്ടിയും അവരുടെ സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യനായ ഒരു ജോലിക്കാരൻ പറഞ്ഞു, അവിടെയാണ് നിൻ്റെ പിതാവിൻ്റെ ബെഡ്. ആ പിതാവിൻ്റെ ബെഡിന് സമീപം ചെല്ലുമ്പോഴാണ് എൻ്റെയും എൻ്റെ അനുജത്തിയുടെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് എൻ്റെ ഉപ്പയുടെ പെട്ടിയും സാധനമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ലേബർ ക്യാമ്പിൽ ഒരു വണ്ടിയിൽ വന്ന് എൻ്റെ പിതാവ് ഇറങ്ങി. ജോലിയെടുത്ത് പണിയെടുത്ത് വിയർത്ത് നാറി പരവശനായി എൻ്റെ ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, മോനെ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, ഞാനിന്ന് ഇത് കഴിഞ്ഞിട്ട് അങ്ങ് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എൻ്റെ റൂമിലേക്ക്. ആ ഉപ്പയുടെ ദുരന്തപൂർണമായ 25 വർഷക്കാലം ദാരിദ്ര്യമറിയിക്കാതെ എന്നെയും എൻ്റെ അനുജത്തിയെയും പൊന്നുപോലെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് ഒരു പ്രയാസവും അറിയാതെ എൻ്റെ പിതാവ് ഇത്രയും പാടുപെട്ടിട്ടാണല്ലോ. എൻ്റെ വീട്ടിൽ ഉപ്പ വെച്ച ആ വീട്ടിൽ ഓരോ റൂമിലും ടോയ്ലറ്റുണ്ട്. നോക്കുമ്പോൾ ഓരോ ടോയ്ലറ്റിൻ്റെയും സമീപം 10-15 ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. എൻ്റെ വാപ്പച്ചിയും അതിലൊരു ക്യൂ ആയി നിൽക്കും. 10-60 വർഷമായിട്ടും കുറേ ഗുളികകൾ മടിയിൽ സൂക്ഷിച്ചിട്ട് മക്കൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ പിതാവിനെ കണ്ടിട്ട് ആ മകൻ വല്ലാതെ തേങ്ങിപ്പോയി. ആ ലേബർ ക്യാമ്പിൽ നിന്ന് ഉപ്പയുടെ സുഹൃത്തുമായി പുറത്തേക്ക് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മകൻ പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല. പക്ഷെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ടിക്കറ്റ് എടുക്കണം എൻ്റെ ഉപ്പയ്ക്ക്. ഇക്കണ്ട കാലം അത്രയും നമുക്ക് വേണ്ടി പാടുപെട്ട് ഈ തീതുപ്പുന്ന ചൂടിൽ പണിയെടുത്ത് ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു യന്ത്രമനുഷ്യനെ പോലെ 25 വർഷക്കാലം അദ്ദേഹം പണിയെടുത്തു. ഇനിയുള്ള കാലം എൻ്റെ ഉമ്മയുടെ കൂടെ, ബന്ധുക്കളുടെ കൂടെ സന്തോഷത്തോടെ എൻ്റെ ഉപ്പ താമസിക്കട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും
നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. 10-25 വർഷം ഗൾഫിൽ പണിയെടുത്ത് മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ ഗുളികകളുമായി രോഗങ്ങളുമായി വരുമ്പോൾ മക്കളുമായി പേരമക്കളുമായി ഒരുപക്ഷെ സഹകരിക്കാനും സഹവസിക്കാനും ഒക്കെ കഴിയാതെ വരുമ്പോൾ ഉപ്പയെ ഒറ്റപ്പെടുത്തുന്നവർ, ഉപ്പയെ മാറ്റി നിർത്തുന്നവർ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു ഉപ്പ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, എൻ്റെ മകനോട് അങ്ങ് പറയണം, ഞാൻ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ദാനം കൊടുക്കുന്ന സമയത്ത് എൻ്റെ മകൻ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ മകൻ തൻ്റെ പിതാവിനെക്കുറിച്ച് പരാതി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കളുടെ മകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അദ്ദേഹം അധ്വാനിക്കുന്നതാണല്ലോ. നിറഞ്ഞ കണ്ണുകളോടെ ആ ഉപ്പ പറഞ്ഞു, കുട്ടിക്കാലത്ത് അവൻ പലതും ആവശ്യപ്പെടുമ്പോൾ റസൂലേ, ഈന്തപ്പനയുടെ ചുവടുകൾ കിളയ്ക്കുകയും കുഴിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്തിട്ട് എൻ്റെ മകന് വേണ്ടുന്ന മധുരപലഹാരങ്ങളുമായി സന്തോഷത്തോടെ ഞാൻ അവന് കൊടുക്കുമായിരുന്നു. എൻ്റെ മകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വിതുമ്പുന്ന ആ മനുഷ്യനെ കണ്ട അല്ലാഹുവിൻ്റെ റസൂല് ആ വയോധികനെ കെട്ടിപ്പിടിച്ചിട്ട് ആ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അന്തവ മാലുക്കല്ലി അബീഖ്, നീയും നിൻ്റെ ധനവും നിൻ്റെ ഉപ്പയ്ക്കുള്ളതാണ്. നമുക്ക് വേണ്ടി രാപകലുകൾ ചോര നീരാക്കി കഷ്ടപ്പെടുന്ന നമ്മുടെ ഉപ്പയെ നാം ഒരിക്കലും വിസ്മരിക്കരുത്. ജോലി ചെയ്ത് പ്രായാധിക്യത്തിൽ നമ്മുടെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ രോഗിയായി കിടക്കുമ്പോൾ ആ ഉപ്പയുടെ ആ ചുളിഞ്ഞ ആ മുഖത്ത് ചുംബനങ്ങൾ കൊടുക്കണം, ചേർത്തു പിടിക്കണം. ഉമ്മയുടെ വിഷമങ്ങൾ നാം ചോദിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മനുഷ്യരായി, നല്ല മക്കളായി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിരന്തരം റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.